മഴവിൽ കൊടിയുടെ മുനമുക്കിയിട്ട് മലരൊളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴറി കൽപ്പന ദിവ്യം ഒരഴകിനെ എന്നെ മറന്നു ഞാൻ. എനിക്ക് 10 കുപ്പി ബ്രാൻഡി ഒരുമിച്ച് കുടിച്ചാൽ കിട്ടാത്ത ലഹരി ഒറ്റ മനസ്സിന് വായിച്ചാൽ കിട്ടും. അത് എന്നെ, ആ ലഹരി കുടിക്കാൻ എൻ്റെ അമ്മയും അച്ഛനും പഠിപ്പിച്ചത് കൊണ്ട് ഇതുവരെ ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ല. ആ ലഹരി എനിക്ക് ആസ്വദിക്കാൻ എനിക്കറിയാം. പക്ഷെ ആ കവിതയുടെ ലഹരി, കഥയുടെ ലഹരി ആസ്വദിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട 34 ദിവസങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട 34 ദിവസങ്ങൾ, ആ 34 ദിവസങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICUവിൽ ഇപ്പം മരിക്കൂല എന്ന് പറഞ്ഞിങ്ങനെ കിടക്കുക. ഞാൻ അണലി കടിച്ചിട്ട്, പാമ്പ് കടിച്ചിട്ട്. അന്ന് രക്ഷപ്പെടുത്തിയ ആൾ നേരത്തെ സെയിമിൽ ഇരിക്കുന്ന വിളിച്ചു. ടീച്ചർ അവിടെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വിളിച്ചു, എങ്ങനെയാ രക്ഷപ്പെടുത്തുക എന്ന് ആലോചിക്കാൻ. അങ്ങനെയാണ് എനിക്ക് പ്രത്യേക ഒരു ഡോക്ടർ ഏർപ്പാടായി. ഇത് 34 ദിവസം ഇങ്ങനെ ജീവൻ മരണ ഘട്ടത്തിൽ ഇങ്ങനെ കിടക്കുക. എനിക്ക് ബോധമുണ്ട്. ഇങ്ങനെ ഉറക്കില്ലാതെ കിടക്കുമ്പോൾ മാതൃഭൂമിയുടെ എഡിറ്റർ ഡോക്ടർ OK മുരളീകൃഷ്ണൻ, അതിൻ്റെ അടുത്ത വീട്, എൻ്റെ സുഹൃത്താണ്. അവൻ എപ്പോഴും രാവിലെ അങ്ങോട്ട് കയറാൻ പറ്റില്ല, ഒരു പുസ്തകമായിട്ട് വന്ന് ഡോക്ടർ കൈ കൊടുക്കും. ആ പുസ്തകം ഒറ്റ ദിവസം കൊണ്ടൊരു പുസ്തകം തീർക്കും. 34 പുസ്തകങ്ങൾ ഞാൻ വായിച്ചു തീർത്തു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള ദിവസങ്ങൾ അന്ന്. ആ അണലിയോട് ഞാൻ നന്ദി പറയുന്നു. കാരണം ഇത്ര എളുപ്പത്തിൽ ഞാൻ ഈ പുസ്തകങ്ങൾ വായിച്ചു തീർക്കാൻ, നമ്മുടെ മനുഷ്യ ജീവിതം ആകെ അത്രയേ ഉള്ളൂ. ആ അത്രയുള്ള തിന്നാൻ വേണ്ടിയിട്ട് ആകെ 90 വയസ്സ് വരെ ജീവിക്കുമ്പോൾ 35 കൊല്ലം ഉറക്കല്ലേ? 35 കൊല്ലം ഉറക്ക. 24ന്റെ 3/1 8 ഡെയിലി ഉറങ്ങുമ്പോൾ 90ന്റെ 3/1 30ഉം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എക്സ്ട്രാ ഉറങ്ങും, പ്രായമായാലും എക്സ്ട്രാ ഉറങ്ങും, ഒരു 5 കൊല്ലം എക്സ്ട്രാ ഉറങ്ങും. അപ്പൊ 35 കൊല്ലം നമ്മൾ ഉറക്ക. നമുക്ക് മനസ്സിലാവാത്തത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്നതുകൊണ്ടാ. ഹോൾസെയിലായിട്ട് കൂട്ട്. കുംഭകർണൻ ഒന്നിച്ചുറങ്ങുന്നു, നമ്മൾ അല്പാൽപ്പം ഉറങ്ങുന്നു, അത്രയേ ഉള്ളൂ. 35 കൊല്ലം ഉറക്കം കഴിച്ചു, ബാക്കി 55 ബാക്കിയുള്ളൂ. അതിൽ 10 കൊല്ലം ഭക്ഷണം ഉണ്ടാക്കാൻ, ഭക്ഷണം പാചകം ചെയ്യാൻ, ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണം കൈ കഴുകാൻ, പാത്രം കഴുകാൻ, പല്ലിൻ്റെ ഉള്ളിൽ കുത്തി ഇറച്ചി തോണ്ടിയെടുക്കാൻ എല്ലാം കൂടി സമയം നോക്കിയാൽ 10 കൊല്ലം പോയി. 55 10 പോയാൽ 45. ആ ജീവിതത്തിന്റെ പകുതി പോയാ തിന്നാ പോരല്ലോ, പോണ്ടേ? കുളിമുറിയിലും കക്കൂസിലും ഇരിക്കുന്ന സമയം കൂട്ടിയിട്ടുണ്ടോ നിങ്ങൾ? പണ്ടത്തേനേക്കാൾ ഇപ്പൊ കൂടുതലാ. 10 കൊല്ലം ഒരായുസിൽ നമ്മൾ കുളിമുറിയിലും കക്കൂസിലുമാണ്. 10 കൊല്ലം. പണ്ടത്രയില്ല. കാരണം യൂറോപ്യൻ ക്ലോസറ്റ് വരുന്നതിന് മുമ്പ് മുട്ടും മടക്കി ഇരുന്നിട്ട് മുട്ടുകടച്ചിലെടുത്തിട്ട് വേഗം എണീറ്റ് പോയി. ഇപ്പോ നല്ല സ്റ്റൂളുമേൽ ഇരിക്കുമ്പോൾ ഇരുന്നിട്ട് ആടുന്നല്ലേ ഡൗൺലോഡിങ്. പലരും മേലേന്നും ഡൗൺലോഡിങ്, താഴേന്നും ഡൗൺലോഡിങ്, രണ്ടും നടക്കൂ അല്ലേ? രണ്ടും നടക്കൂ. ആടുന്ന ഡൗൺലോഡിങ് അവിടെ ഇരിക്കുക. മാത്രമല്ല, പണ്ട് നല്ല ഇലക്കറിയും പച്ചക്കറിയും ധാരാളം കഴിക്കുന്ന കൊണ്ട് കാര്യങ്ങൾ ഇന്നോവ കാർ കയറി പോലെ സുഖമായി പോകും. ഇപ്പൊ താറിടാത്ത റോഡ് മേലെ ജീപ്പ് കയറ്റും പോലെ ഫസ്റ്റ് ഗിയറിട്ട് പിടിപ്പിക്കല. 10 കൊല്ലം അങ്ങനെ പോയി. ഇനി 35 ബാക്കിയുള്ളത്. ഈ 35ൽ 10 കൊല്ലം സുഖമില്ലാണ്ട് പലവിധ അസുഖം വന്ന് കിടക്കും, വിശ്രമിക്കും. ഇനി 25 ബാക്കിയുള്ളത്. ആ 25ൽ 10 കൊല്ലം നമ്മളെ മേക്കപ്പ് ചെയ്യണ്ടേ, മുടി ചെയ്യണ്ടേ, പൗഡർ ഇടണ്ടേ, പൊട്ടു തൊടണ്ടേ, ഷേവ് ചെയ്യണ്ടേ, മീശ കട്ടിയണ്ടേ, പിരിയം പൊരിക്കണ്ടേ, സാരി ഉടുക്കണ്ടേ, സാരിന്റെ മുന്താണിക്ക് പിന്നു കുത്താനെടുക്കുന്ന സമയം എത്രയാണെന്നറിയോ? എല്ലാം കൂടി 10 കൊല്ലം പോയി. ഇനി 15 കൊല്ലം നമുക്കുള്ളേ. ഈ 15 കൊല്ലെങ്കിലും മനുഷ്യനാവണം വേണ്ടേ? ആ മനുഷ്യനാവുന്നതിന് പകരം ഉണ്ണലും ഉറങ്ങലുമായിട്ട് നടക്കുന്ന ഈ ഭൗതിക സുഖങ്ങളുടെ സംസ്കാരമെന്ന് പറയുന്നത് ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയ. എന്താ എനിക്ക് വേണ്ടത്, എന്താ വേണ്ടാത്തതെന്ന തിരിച്ചറിവല്ലേ വേണ്ടേ? ഇത് ഒന്നും അറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിന്റെ പറയെ ഓടുക. അവനവന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ആവാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പൊ ശരീരത്തിന്റെ സുഖത്തിന് പുതിയ പുതിയ ഭക്ഷണ വിഭവങ്ങൾ. വലിയ വലിയ സ്റ്റാർ ഹോട്ടലിൽ പോയി നമ്മൾ കണിഞ്ഞ് ഒരു കടലാസിങ് തരും, അതിൽ എന്തെല്ലാം ഉള്ളത് ഈ ഒരു പേര് നമുക്കറിയില്ല. പുതിയ പുതിയ വിഭവങ്ങൾ. ചിക്കൻ കടായി, ചിക്കൻ 65 അല്ലേ? ഒരാഴ്ച പഴക്കമുള്ള ഇറച്ചിക്ക് ഒരാഴ്ച പഴക്കമുള്ള ശവം, അതിന് വർമാന്ന് പേര് തട്ടുന്നു. ഷവർമ അല്ലേ? ഷവർമ. എന്തെല്ലാം ഭക്ഷണങ്ങളാ ഇതെല്ലാം. പുതിയ പുതിയ ടേസ്റ്റിലേക്ക്. കുരുമുളകിട്ട ചിക്കൻ പോരാ, പച്ചക്കുരുമുളകിട്ട ചിക്കൻ.
ഈ ശരീരമെന്ന പദാർത്ഥത്തെ സുഖിപ്പിക്കാൻ പോയി ഈ തിന്നുന്ന സാധനം കൊണ്ടൊന്നും സുഖിക്കില്ല എന്ന് വന്നപ്പോഴാണ് പദാർത്ഥങ്ങളെ അന്വേഷിച്ച് ലഹരിയുടെ പുറകെ പോവുക. പദാർത്ഥങ്ങൾക്ക് 3 അവസ്ഥയുണ്ട്: ഖരം, ദ്രാവകം, വാതകം. ഈ പദാർത്ഥത്തെ തൃപ്തിപ്പെടുത്താൻ ഖരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, വാതകം പുക. മനസ്സിലായോ? പദാർത്ഥങ്ങളുടെ 3 അവസ്ഥ. ആ ശരീരത്തെ തൃപ്തിപ്പെടുത്തുക. മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന കവിതയോ കഥയോ പാട്ടോ ഇല്ല. ആനന്ദത്തിന്റെ ലോകത്തിലേക്ക് പുതിയ തലമുറ പോകുന്നുണ്ടോ? പണ്ട് പട്ടിണി ദാരിദ്ര്യമൊക്കെ ഉണ്ട്, അതൊക്കെ മാറിയിട്ട് ഇപ്പൊ നമുക്ക് ഭൗതിക സുഖങ്ങൾ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് മാറ്റം നമ്മുടെ നാട്ടിനുണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ആ മാറ്റം ഉണ്ടാകുമ്പോഴും ബാഹ്യമായ വികാസത്തിന് ആനുപാതികമായി ആന്തരികമായ വികാസം ഉണ്ടാകുമ്പോഴാണ് സംസ്കാരമുള്ള ഒരു ജനതയുണ്ടാവുന്നത്. എന്നാൽ ഇപ്പോൾ ഭക്തി പോലും ഭീകരമായിരിക്കുന്ന ഭൗതിക കെട്ടുകാഴ്ചകളായി മാറുന്നു. ഭക്തി ഭീകരമായ ഭൗതിക കെട്ടുകാഴ്ചകളാണ്, ആന്തരികമായിട്ടൊന്നുമില്ല. ബുഭുക്ഷുവിൽ നിന്ന് ജിജ്ഞാസുവിലേക്കുള്ള യാത്രയാണ് മനുഷ്യന്റെ യാത്ര. ബുഭുക്ഷു ഭക്ഷണം ആഗ്രഹിക്കുന്നവനാണ് ബുഭുക്ഷു. അതിൽ ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസുവായിട്ടുള്ള യാത്രക്കിടയിൽ ഈ ദൈവം മതം നമ്മളെ ഇടയിൽ അവനെ മുമുക്ഷുവാക്കി കളഞ്ഞു. മോക്ഷം എന്താ വേണ്ടത്? മോക്ഷം. നിനക്ക് ജ്ഞാനമല്ല വേണ്ടത്. നീ സത്യം, ജ്ഞാനം, ആനന്ദം എന്ന ഗുരു പറഞ്ഞതെല്ലാം തള്ളിയിട്ട് എനിക്ക് മോക്ഷം കിട്ടണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന് പോയിട്ട് വരുമ്പോഴും റോഡ് സൈഡിൽ വിളക്ക് വെച്ച് കണ്ടാൽ ഇങ്ങനെയാക്കുന്ന നാട്ടിലുണ്ടോ? മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഇങ്ങനെയാക്കും. കാരണം അങ്ങ് പോയാൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഏരിയ സെക്രട്ടറിന്റെ കത്തെടുക്കൂലല്ലോ. ആടെ പോയ എന്തും വേണ്ടേ? അങ്ങ് പോയാൽ കിട്ടുന്ന മോക്ഷത്തിന് വേണ്ടിയാ പാച്ചല്. അവിടെ എന്തോ ഉണ്ട്, മരിച്ചു കഴിഞ്ഞാൽ എന്തോ ഉണ്ട്, അവിടത്തേക്കുള്ള യാത്ര. അതുകൊണ്ട് ഇവിടെ തലയിലെഴുത്ത്, അന്ധവിശ്വാസങ്ങൾ. സാന്നിധ്യ ക്ഷേത്രാണ് ബിംബാണി. രാവിലെ ഇവിടെ എത്താൻ വൈകിയത് ചൊവ്വാദോഷം കൊണ്ടാണ്. താഴെ ചൊവ്വ മുതൽ മേലെ ചൊവ്വ വരെ ഭയങ്കര ബ്ലോക്കായിരുന്നു. മനസ്സിലായോ? ഈ ചൊവ്വയും ചന്ദ്രനെ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. നക്ഷത്രങ്ങളുടെ രാജാവായിട്ട് ആ ചന്ദ്രനെ നമ്മുടെ കവികൾ സങ്കല്പിച്ചതല്ലേ? നക്ഷത്രങ്ങളുടെ രാജാവാ. സത്യത്തിൽ ഈ ചന്ദ്രൻ നക്ഷത്രങ്ങളുടെ ഒരു ഉപഗ്രഹമായ ഭൂമിയുടെ വെറും ഒരു ഉപഗ്രഹം. നക്ഷത്രങ്ങളുടെ ചുറ്റുവട്ടം ചുറ്റുന്ന ഒരു ഗ്രഹമാണ് ഭൂമി. അതിൻ്റെ ഒരു ഉപഗ്രഹം മാത്രമാണ് ചന്ദ്രൻ എന്ന് തിരിഞ്ഞിട്ടും ഈ വാരി വെക്കുന്നതിൽ ചന്ദ്രനെ എടുത്ത് എറിയാൻ സമയമായില്ലേ? ഇപ്പോൾ ചന്ദ്രൻ നക്ഷത്രങ്ങളുടെ രാജാവല്ലേ? ചിത്രയാണ് പോലും ചന്ദ്രന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ. അതുകൊണ്ടാണ് ചിത്ര നക്ഷത്രമിന്ന് രാവിൽ ശീതാംശുവിനോടൊത്തു ചേരുവാനോടി അണഞ്ഞതെന്തേ എന്ന് പറയുന്നില്ലേ? ഇന്ദ്രനീലിമയോലും. ഈ പണ്ടത്തെ സങ്കല്പങ്ങളിൽ കുറേ സങ്കല്പങ്ങളുണ്ട്. അതൊക്കെ കവിഭാവനകളാണ്. ആ കവിഭാവനകളെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചാൽ എവിടെ എത്തും നമ്മുടെ ലോകം? താമരേന്റെ ഭർത്താവാണ് സൂര്യൻ. വിവാഹ സർട്ടിഫിക്കറ്റ് തപ്പിപ്പോവും. ഇനിയിപ്പോ താമരേന്റെ ഭർത്താവ് സൂര്യൻ ഏത് പഞ്ചായത്തിലാണ് രജിസ്റ്റർ ചെയ്തത്? ഇതൊക്കെ സങ്കല്പങ്ങളാണ്. ആ സങ്കല്പങ്ങളിൽ ഹനുമാൻ ലങ്കയിലേക്ക് 100 യോജനയാ പോലും ചാടിയത്. ഒരു യോജന എന്ന് പറഞ്ഞാൽ 13.5 കിലോമീറ്ററാ. 100 യോജന എന്ന് പറഞ്ഞാൽ 1350 കിലോമീറ്റർ. ആകെ 48 കിലോമീറ്ററേ ഉള്ളൂ ലങ്കയിലേക്ക്. അതാ 1300 കിലോമീറ്റർ ചാടിയെന്ന്. ഇതിൽ തന്നെയാ പണ്ടത്തെ നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾ പേനെടുക്കുമ്പോൾ പറയും പെണ്ണിൻ്റെ തലയിൽ ചക്ക പോലത്തെ പേനുണ്ട്. ചക്ക പോയിട്ട് ചക്ക കുരുവിൻ്റെ വലുപ്പമുള്ള പേൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതിനെ ശാസ്ത്രമാക്കുക. ഇന്നലെ ചെയ്ത അബദ്ധം ഇന്നത്തെ ആചാരവും ശാസ്ത്രവുമാക്കുക. ചക്കയുടെ വലിപ്പമുള്ള പേന് പണ്ടത്തെ കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് എഴുതി വെക്കും പോലെയാണ് ഇപ്പോഴത്തെ ഈ വർണ്ണനകളെ യാഥാർത്ഥ്യമാക്കിയിട്ട് മിത്തും സത്യവും തമ്മിൽ. ഈ ദൈവവിശ്വാസം ഭാരതത്തിൽ ഈ ദൈവങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് സത്യം അന്വേഷിക്കണം എന്നാ പറഞ്ഞ്. സത്യം അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് യാത്ര ചെയ്യുവാനാണ്. ആ സത്യം കാലത്തിന്റെ പ്രതിരൂപങ്ങളായിരിക്കുന്ന പ്രകൃതിയിലും മനുഷ്യനിലും ദൈവത്തിലും അടങ്ങിയിരിക്കുന്ന സത്യം. ആ സത്യം ഒരു കൊച്ചു സത്യം മതി. 1,00,000 അർദ്ധസത്യങ്ങൾ ചേർത്താലും ഒരു കൊച്ചു സത്യത്തിന്റെ അടുത്തെത്തൂല. എത്തുവോ? പകല് വെളിച്ചം കിട്ടാൻ ഒറ്റ നക്ഷത്രമേ ഉള്ളൂ ആകാശത്ത്. രാത്രിയിൽ 1,00,000 നക്ഷത്രങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് വെളിച്ചം കിട്ടുന്നില്ല? കാരണം അതിൽ നിന്ന് നമ്മൾ അകലെയാണ്. ഈ കാര്യം നമ്മൾ എത്ര കൊല്ലായി നമ്മുടെ നാട്ടിൽ പറഞ്ഞു തരുന്നു. പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ. 1,00,000 നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി. വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. പാട്ട് കേട്ടിട്ടില്ലേ? അദ്വൈതം ജനിച്ച നാട്ടിൽ, വയലാറിന്റെ പാട്ട്.
നമ്മുടെ അദ്വൈത ദർശനം രണ്ടല്ല, ഇതല്ല ഒന്നേ ഉള്ളൂ എന്ന ദർശനത്തെ മാറ്റിയിട്ട് ഈ ഭാരതത്തിൽ ഇപ്പോ എല്ലാം വേറെ വേറെയാ. വൈവിധ്യങ്ങളാണ് ഈ ലോകത്തിന്റെ സൗന്ദര്യം അല്ലേ? എല്ലാവരും ഒരുപോലെയാണ്. ഗന്ധക രസം ഉണ്ടാവുമോ? ആണുങ്ങളെല്ലാം ദുൽഖർ സൽമാനെ പോലെ, ഒരേ മൂക്ക് ഒരേ കണ്ണ്. എല്ലാ പെണ്ണുങ്ങളും ഐശ്വര്യ റോയിനെ പോലെ. ഒരു മാറ്റം ഇല്ലെങ്കിൽ ആരെങ്കിലും സെൽഫി എടുക്കുമോ? കാരണം ഇങ്ങോട്ട് എടുത്താലും അങ്ങോട്ട് എടുത്താലും ഒരുപോലെ ഉണ്ടാവും. പിന്നെ ഇതിനെ സെൽഫി എടുക്കുന്നത്? വൈവിധ്യങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ മഞ്ജു വാര്യർ പോരാ കാവ്യാമാധവും വേണമെന്നാ തോന്നിയാസിക്ക് തോന്നിയേ. ഒരേപോലെയാ തോന്നുവാ? ഒരേപോലെയാ തോന്നൂലല്ലോ. ആ വൈവിധ്യങ്ങളല്ലേ സൗന്ദര്യമായി മാറിയത് അല്ലേ? വലിയ താമരപ്പൂവിന്റെ ഇതള് പോലെ കണ്ണുള്ളവൾ, അതാണ് കമലാക്ഷി. അംബുജാക്ഷി. മീനിനെ പോലെ കണ്ണുള്ളവൾ മീനാക്ഷി. വിശാലമായ കണ്ണുള്ളവൾ വിശാലാക്ഷി. ഇതൊക്കെ വന്നത് സൗന്ദര്യ. സ്ത്രീകൾക്ക് വലിയ കണ്ണാണ് സൗന്ദര്യം, പക്ഷെ ആണുങ്ങൾക്ക് ചെറിയ കണ്ണാ സൗന്ദര്യം. അതുകൊണ്ട് ആണുങ്ങളെ കുഞ്ഞിക്കണ്ണ എന്ന് വിളിക്കൂ. പെണ്ണുങ്ങളെ വിശാലാക്ഷി എന്ന് പറയും, ആണുങ്ങളെ കുഞ്ഞിക്കണ്ണ എന്ന് പറയും അല്ലേ? വൈവിധ്യങ്ങളാണ് ഈ ഭാരതത്തിന്റെ സൗന്ദര്യം. എരഞ്ഞോളി മൂസന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? എന്തെല്ലാം വർണ്ണങ്ങൾ, ഏതെല്ലാം ഗന്ധങ്ങൾ, ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ, അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ എന്നാണ്. നമുക്ക് അൽ ഇലാഹ് എന്ന രണ്ട് പദങ്ങൾ, അറബിയിലുള്ള പദങ്ങൾ നമുക്കറിയാത്ത നമ്മളെ കുറ്റമല്ല. അവരുടെ ഭാഷയായതുകൊണ്ട് അവർ ദൈവത്തെ അങ്ങനെ വിളിച്ചു. അവർക്ക് ശ്രീയെന്നും രാമനെന്നും അറിയാത്തത് അവരുടെ കുറ്റമല്ല. പല ദൈവങ്ങൾ പല പേരുണ്ടായി. കാരാപ്പീരി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു പച്ചക്കറി എൻ്റെ നാട്ടിൽ. അതുപോലെയാ ദൈവത്തിന്റെ പേര്. കാരാപ്പീരി എന്ന് പറഞ്ഞാൽ ചില നാട്ടിൽ അതിന് പൊട്ടിക്കാന്ന് പറയും, ചില നാട്ടിൽ താലോലിക്കാന്ന് പറയും, ചില നാട്ടിൽ ഞരമ്പേന്ന് പറയും, ചില നാട്ടിൽ പീച്ചിങ്ങ എന്ന് പറയും. കേരളത്തിൽ പല പേരാ, സാധനം ഒന്നാ. ഇതുപോലെ ദൈവത്തിന് പല നാട്ടിൽ പല പേര്. അത്രയേ ഉള്ളൂ. പക്ഷേ എൻ്റെ ദൈവം മാത്രം ശരിയെന്ന് പറഞ്ഞിട്ട് തമ്മിലടിച്ചിട്ട് വെറുപ്പുണ്ടാക്കുന്ന ഒരു സംസ്കാരം ഭയങ്കരം. നിങ്ങൾ വിചാരിക്കും പോലെയൊന്നുമല്ല, ഭീകരമാണ്. ഇന്ത്യ രാജ്യത്ത് ദൈവത്തിന്റെ പേരിൽ വോട്ട് നേടുന്നത് ഒരു അത്ഭുതമേ അല്ല. കാരണം അപ്പുറത്തെ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോഴും പെരുമ്പട്ട പെരുങ്കളിയാട്ടത്തിൽ വയനാട്ടുകുലവൻ തെയ്യം കെട്ടിയിട്ട് പള്ളി കയറിയിട്ട് ഉസ്താദ് അരിയെറിഞ്ഞാലേ കാവ് കയറാൻ പറ്റൂ എന്നാണ് പെരുമ്പട്ട. ഇന്നലെ ഞാൻ ഓച്ചിറയിലെ സാംസ്കാരിക സമ്മേളനത്തിൽ പോയി. അവിടെ കാളകൾ, കെട്ടുകാളകൾ, അവിടെ മൊയ്ലിയാറ് വന്നിട്ട് കെട്ടുകാളയുടെ മുന്നിൽ വെള്ളം തളിച്ചാൽ മാത്രമേ കെട്ടുകാളയെ പുറത്തിറക്കാൻ പാടുള്ളൂ. അവിടുത്തെ ആചാരം ഞാൻ ഇന്നലെ അവിടുന്ന് അവർ പറയുന്നത് കേട്ടു. ഇതൊക്കെ ഉണ്ടെങ്കിൽ അവനവന്റെ ദൈവത്തോട് ഒരു ഇഷ്ടമുണ്ട്. പണ്ട് ഉത്തരേന്ത്യയിൽ 2 ഹിന്ദുക്കൾ യാചിച്ച് നടക്കുക. യാചകന്മാരാ. 25 പൈസയുള്ള കാലാണേ. അപ്പോൾ ഇവൻ ഇങ്ങനെ പൈസ ഇങ്ങനെ എണ്ണുമ്പോൾ ഒരു 1 ഉറുപ്പ്യ ചളിയിൽ വീണുപോയി. തപ്പിയിട്ട് കിട്ടുന്നില്ല. തപ്പിയിട്ടൊന്നും കിട്ടാഞ്ഞപ്പോൾ ഇവൻ പ്രാർത്ഥിച്ചു, യാ ഖുദാ എൻ്റെ 1 ഉറുപ്പ്യ തിരിച്ചു കിട്ടണേ. അപ്പോൾ മറ്റവൻ ചോദിച്ചു, അല്ലടാ യാ ഖുദാ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക ഉത്തരേന്ത്യയിൽ യാ ഖുദാ എന്നാ. നീ ഹിന്ദു അല്ലേ? അതെ. നീ എന്തിനാ പിന്നെ മുസ്ലിം ദൈവത്തെ പ്രാർത്ഥിച്ചേ? അപ്പോൾ ഇവൻ പറഞ്ഞു, ഒരു 1 ഉറുപ്പ്യക്ക് വേണ്ടിയിട്ട് നമ്മളെ ദൈവത്തിനെ ചളിവരക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പുറത്തെ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോഴും സ്വന്തം ദൈവത്തോടുള്ള ഇഷ്ടമില്ലേ? അതിനെ മുതലെടുത്തിട്ട് വോട്ടാക്കാൻ ഏത് പോട്ടനും കഴിയും. അതൊരു വലിയ അത്ഭുതമൊന്നുമല്ല. ദൈവത്തെയും ജാതിയെയും മതത്തെയും തെരുവിൽ വലിച്ചിഴച്ചിട്ട് ഈ രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന അതിഭീകരമായ സാംസ്കാരിക ച്യുതിയിലേക്കാണ് പോകുന്നത്. സംസ്കാരത്തെയാണ് ആദ്യം മാറ്റുക, പിന്നെയാണ് രാഷ്ട്രീയം മാറുക. കേരള രാഷ്ട്രീയം മാറിയത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സംസ്ഥാനമായിട്ട് ഈ സംസ്ഥാനത്തെ മാറ്റാൻ ഗുരുവും ചട്ടമ്പിയും അയ്യങ്കാളിയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും അയ്യപ്പനും കുമാരനാശാനും ബാഗ്ബടാനന്ദനും ബ്രഹ്മാനന്ദ ശിവയോഗി എല്ലാം പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ കേരളം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. കേരളം ഇങ്ങനെ പിടിച്ച് സാംസ്കാരികമായ മാറ്റം ഉണ്ടാവണം. ആ സാംസ്കാരികമായ അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യയിൽ മുഴുവൻ സാംസ്കാരികമായ മാറ്റം. ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും പ്രധാനം എന്താ? ഇപ്പൊ പ്രധാനം 100 കോടിയുടെ ശങ്കരാചാര്യരുടെ പ്രതിമയുണ്ടാക്കിയെന്ന് സ്വാഗതം പറഞ്ഞു. 100 അല്ല കേട്ടോ, 2112 കോടിയാ. 2112 കോടിയാ ശങ്കരാചാര്യരുടെ പ്രതിമ. ഹനുമാൻ അത്ര വലിയ പ്രതിമ. രാജ്യത്ത് മുഴുവൻ പ്രതിമകളാണ്. ബുദ്ധന്റേതായിരുന്നു അശോക സ്തംഭം. അശോകൻ ബുദ്ധനായിരുന്നു. ബൗദ്ധനായ അശോകന്റെ സ്തംഭത്തെ ബൗദ്ധന്റേത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ശാന്തസ്വഭാവത്തിലുള്ള സിംഹത്തെ പാർലമെന്റ് മന്ദിരത്തിന്റെ മുന്നിൽ വെറുപ്പിന്റെ പ്രതീകമായി ആക്രമിക്കുന്ന സിംഹമാക്കി മാറ്റി. അപ്പൊ അത് ഹിന്ദുവായി. ബുദ്ധന്റെ ശാന്തനായ സിംഹത്തെ വെറുപ്പിന്റെ ഹിന്ദു സിംഹമാക്കിയിട്ട് പാർലമെന്റിന്റെ മേലെ കൊണ്ടുവച്ചു. ഇല്ലേ?
വെറുപ്പ്, അതാ വെറുപ്പാണ്. ഇപ്പൊ ദൈവങ്ങളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? പണ്ട് സമഭാവത്തിൽ ശാന്താകാരം ഭുജഗശയനൊന്ന ശാന്തനാണ്. ഇപ്പൊ കലിപ്പൻ ദൈവങ്ങളാ, കലിപ്പൻ ദൈവങ്ങളാണല്ല. വെറുപ്പാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിജയിക്കുന്ന പ്രത്യയശാസ്ത്രം. ഇത് സാംസ്കാരികമായ അടിത്തറയിലെ തോണ്ടിമറിക്കുന്നതാണത്. ആ സാഹചര്യത്തിൽ ഗൗരവതരമായ ചിന്തയിലേക്ക് ജിജ്ഞാസുക്കളായിട്ടും മാറാൻ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇവിടെ കലിയും ഇബിലീസും ചെകുത്താനും ഐക്യമുന്നണിയാ. പക്ഷേ ദൈവവും പടച്ചോനും അള്ളാഹുവും കർത്താവും കണ്ടമുണ്ടുന്നില്ല. അതാ പ്രശ്നം. നെഗറ്റീവ് ഊർജങ്ങളെല്ലാം ഒത്തുകൂടുമ്പോൾ പോസിറ്റീവ് ഊർജങ്ങൾ മാളങ്ങളിൽ ഒളിച്ചാൽ ഈ ലോകം എന്താകും? അതുകൊണ്ട് സംസ്കാരത്തിന്റെ നന്മയുടെ വഴികൾ നമ്മൾ കണ്ടെത്തണം. ഈ ലോകം പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ട് ഇവിടെ എന്ന സുഗതകുമാരി ടീച്ചറുടെ വരികൾ നിങ്ങൾ ഓർക്കണം. ആ ആരാമങ്ങളെ കണ്ടെത്തിയിട്ട് അതിന് പിന്തുണ കൊടുക്കാൻ സഹായിക്കണം. അത്തരത്തിൽ സർഗാത്മകതയുടെ, സൗന്ദര്യബോധത്തിന്റെ, ആർദ്രതയുടെ പാഷണൽ കോഷ്യന്റ് നമ്മുടെ കുട്ടികളിൽ സൃഷ്ടിച്ചാൽ മാത്രമേ അവർ ശാരീരിക ലഹരിയുടെ പുറകെ പോകാതിരിക്കൂ. മാനസിക ലഹരി, ചിന്തയുടെ ലഹരി. മധുരിഭൂ ഭഗവാൻ മാനസമുരളിയെ ചുംബിച്ചുണർത്തുന്നൊരാനന്ദ ലഹരിയിൽ ആന്തോളനം. ഈ ആന്തോളനം എന്നുള്ള പാട്ട് ഇറങ്ങിയിട്ട് കുറെ കൊല്ലായി. ഞാൻ പലരോടും ചോദിക്കലുണ്ട്, ആന്തോളനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താ ഈ ആന്തോളനം എന്താണെന്നറിയാത്തവരോട് ഞാൻ പറഞ്ഞു കൊടുക്കല്, കിണറിലെ വെള്ളം പറ്റിയാൽ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ കിണറിൽ വെള്ളം ഇറക്കി തന്നാൽ ആ വെള്ളം എടുത്തിട്ട് ആരെങ്കിലും ഒരു പഴയ മുണ്ടോ ലുങ്കിയോ എടുത്ത് തലയിൽ തെരിയ എന്നാ പറയുക. ഇവിടെ കണ്ണൂർ തെരിയ വെച്ച് ഒന്ന് പിടിക്കുക എന്ന് പറഞ്ഞ് പിടിച്ച് തലയിൽ വെച്ച് വരുമ്പോൾ കാലൊരു കല്ലുമ്മ കുത്തിപ്പോയാൽ തലയിലെ പാത്രവും വെള്ളവും. ആന്തോളനം, ഇതാണ് ആന്തോളനം. മനസ്സ് ഒരു കവിത വായിക്കുമ്പോൾ, ഒരു കഥ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, ആ ആനന്ദം. അവനില്ലാതെ ഞാനില്ല എന്നെൻ്റെ കണ്ണൻ്റെ കാതിൽ നീ ചൊല്ലുമോ, പരിഭവം പറയുമോ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന രസമില്ലേ, അതില്ലാതെ അൽഫാമിലെ രസം കിട്ടും എന്ന് പറഞ്ഞാൽ പിന്നെ ഓന റേഷൻ കാർഡിൽ നിന്ന് പേര് കുത്തി ആലെ പോയി കിടക്കാൻ പറയണം. മനുഷ്യനല്ല അവൻ, മനുഷ്യനല്ല. ഒരു പാട്ട് കേൾക്കുമ്പോൾ, ഒരു കവിത ചൊല്ലുമ്പോൾ ആനന്ദം അനുഭവിക്കാൻ അറിയാത്ത ഇന്ന് ലോകത്തിന്റെ വികസനത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് എത്ര വലിയ വീടാണോ, എത്ര നല്ല ഭക്ഷണമാണോ എന്നൊന്നല്ല, ഹാപ്പിനെസ് ആണ്. ആ ഹാപ്പിനെസ്സിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകുന്നത് കൊണ്ടാണ് കൃത്രിമ ഹാപ്പിനെസ്സിന്റെ പുറകെ, കുപ്പിയിലടച്ച സ്റ്റാമ്പായിട്ട് വരുന്ന ഹാപ്പിനെസ്സിന്റെ പുറകെ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരാണ്. ഉദ്യോഗസ്ഥൻ എന്ന വാക്കിന്റെ അർത്ഥം ഉദ് എന്ന് പറഞ്ഞാൽ മേലോട്ടാണ്. ഒരു സമൂഹത്തെ മേലോട്ട് കൊണ്ടുപോകണം. ഗമിക്കുക, ഗം എന്ന് പറഞ്ഞാൽ ഗമിക്കുക, പോവുക. സ്ഥൻ എന്ന് പറഞ്ഞാൽ സ്ഥാനത്തിരിക്കുന്നവൻ. ഒരു സമൂഹത്തെ മേലോട്ട് കൊണ്ടുപോകുന്നതിന്റെ സ്ഥാനത്തിരിക്കുന്നവൻ എന്നാണ് ഉദ്യോഗസ്ഥൻ, ഓഫീസറുടെ മലയാളം. ഉദ്യോഗസ്ഥൻ എന്ന വാക്കിന്റെ അർത്ഥം ഈ സമൂഹത്തെ സാംസ്കാരികമായി മേലോട്ട് കൊണ്ടുപോകണം. ശാരീരികമായിട്ടും ഭൗതികപരമായിട്ടും മേലോട്ട് കൊണ്ടുപോയാൽ മാത്രം പോരാ, സാംസ്കാരികമായി മേലോട്ട് കൊണ്ടുപോകണം. അങ്ങനെ സാംസ്കാരികമായി മേലോട്ട് കൊണ്ടുപോയാൽ ആ സാംസ്കാരികതയുടെ, സാഹിത്യത്തിന്റെ ആനന്ദം നമ്മൾ കുട്ടികളോട് പറയണം. ദൈവങ്ങളെ നിങ്ങൾക്ക് തന്നത് കവിതയാണ്. എല്ലാവർക്കും ഇപ്പൊ കവിത വേണം. വായനയ്ക്ക് ഒരു മാസം നീക്കി വെച്ചൊരു നാട് ലോകത്ത് വേറെ എടിയില്ല, കേരളം മാത്രം. കർക്കടക മാസത്തിൽ രാമായണം വായിക്കും. പക്ഷെ എന്താ കുഴപ്പം? 31-ാം തീയതി അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സമ്പാദേ യുദ്ധകാന്ഡം സമാപ്തം. പൂട്ടിയ പിന്നെ തൊടൂല വേറെ ഒന്നും. അടുത്ത കർക്കട 1 വരെ ഒരു വസ്തു തൊടൂല. അതാണ്. പണ്ട് പുസ്തകം ഇല്ലാത്ത കൊണ്ട് വായിക്കാത്ത, കാരണം ഈ ഓലയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാക്കുന്നതുകൊണ്ട് പുസ്തകം കുറവാ. ഇപ്പൊ പുസ്തകങ്ങൾ എത്രയോ അലമാരകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അന്ത്യവിശ്രമം കൊള്ളു അലമാരകളിൽ. മറ്റൊന്നും വായിക്കൂല, പഴയതൊന്നും മറക്കൂല, പുതിയതൊന്നും പഠിക്കുകയില്ല. അത്തരത്തിൽ പോവുക. നല്ല കവിതകൾ പണ്ടേ ഉള്ളൂ എന്ന് പറയുന്ന വിഡിത്ത ഇപ്പം ചൊല്ലിയല്ല മോശ. വീരാൻകുട്ടിയുടെ കവിതകൾ നല്ല കവിതകളായിരുന്നില്ലേ? ഇതൊക്കെ ഞാൻ വായിച്ചതാ. അദ്ദേഹത്തിന്റെ വായിക്കാത്ത കവിതകൾ വളരെ അപൂർവേ ഉള്ളൂ. ഞാൻ എല്ലാ ദിവസവും ഒരു കവിത വായിച്ചിട്ട് മാത്രമേ ഞാൻ ഉറങ്ങാറുള്ളൂ. അതാണ് എനിക്ക് രാത്രി എല്ലാ ദിവസവും ഒരു പെഗ്ഗടിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ എന്ന് പറയുന്നതിന് പകരം എല്ലാ ദിവസവും ഞാനൊരു കവിത വായിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ എന്ന അവസ്ഥയാണ്. ആ രീതിയിലേക്ക് മാറണം. നല്ല കവിതകളുണ്ട്, നല്ല കഥകളുണ്ട്. അത്തരത്തിൽ നമ്മുടെ പുതിയ തലമുറയെ ആർദ്രതയുടെ, സൗന്ദര്യബോധത്തിന്റെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം.
വൈകാരികമായ പക്വതയുടെ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോ ചിന്തിക്കുന്ന ഒരു വിഷയത്തിന്റെ മെറിറ്റിനനുസരിച്ചിട്ടല്ല വികാരം കൊള്ളുന്നത്. വെറുതെ ചിരിക്കുക, വെറുതെ കരയുക, വെറുതെ ദേഷ്യം വരിക. ചെറിയ വിഷയത്തിൽ 50 പൈസക്ക് 500 റുപ്യേന്റെ ദേഷ്യം വരും. 50 പൈസേന്റെ വിഷയത്തിന് 500 റുപ്യേന്റെ ദേഷ്യം വരിക, കത്തിയെടുക്കുക, ബോംബെറിയുക. പ്രശ്നമാണ്. എന്താ? അവനവനെ അടക്കാൻ അറിയുന്നില്ല. അവനവനെ അടക്കാൻ, ശരീരത്തെ അടക്കാൻ അറിയുന്ന മനസ്സുണ്ടാവുമ്പോഴാ നമ്മൾക്ക് ഗുരുത്വം ഉണ്ടാവുന്നത്. മനസ്സ് ഗുരുവും ശരീരം ലഘുവാകുമ്പോഴാ മനുഷ്യനായത്. മൃഗങ്ങൾക്ക് ശരീരം ഗുരുവും മനസ്സ് ലഘുവാണ്. മൃഗങ്ങൾക്ക് തിന്നണം തോന്നിയാ ശരീരം പറയാ തിന്നണം, അപ്പ തിന്നാൻ പോവും. നിങ്ങൾ തിന്നാൻ പോയില്ലല്ലോ, അടങ്ങിയിരിക്കും, ഇതൊന്ന് കയ്യട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നില്ലേ? ശരീരത്തോട് മനസ്സ് പറയാ തൽക്കാലം ഇരിക്കവിടെ എന്ന് പറഞ്ഞില്ലേ? ഒരു പശുവിന് ചാണകം ഇടണമെന്ന് മൂത്രമൊഴിക്കണം തോന്നിയാൽ അപ്പോ ആളില്ല സ്ഥലമാണ്, നാണമൊന്നുമില്ല, അപ്പ പാലും പൊതിച്ചിടും. കാരണം അതിൻ്റെ ഗുരു ശരീരമാണ്. മനസ്സിന് അത് കീഴ്പ്പെടലാണ്. എന്നാൽ നമ്മൾ പറയും അനങ്ങാണ്ട് കിടന്നോ പെരുങ്കോടലേ എന്ന് പറയും. നമുക്ക് ഒളിവും മറവുള്ള സ്ഥലം പോവും. അതാണ്. എന്നാൽ അതില്ല. ഇപ്പൊ അവനവനെ അടക്കാനുള്ള മനസ്സുകൊണ്ട് ശരീരത്തെ അടക്കാൻ കഴിയുന്നില്ല. അവനവനെ അടക്കാൻ കഴിയുന്നില്ല. എന്ത് ശരീരത്തിന്റെ ചോദനകളിൽ അങ്ങ് പായാൻ മൃഗമാവുകയാണ്. ആ മൃഗീയമായ അവസ്ഥയാണ് നമ്മുടെ ഇരുണ്ട മൂലകളെല്ലാം തന്നെ. ഇത്തരത്തിൽ അന്ധകാരം, മനസ്സിൽ അന്ധകാരം ബാധിച്ചവരാണ് തെരുവിന്റെയും ഗ്രാമത്തിന്റെയും ഇരുണ്ട മൂലകളിൽ ഒത്തുകൂടുന്നവർ. അത്തരത്തിൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വരല്ലേ ഈ വഴിയെ എന്ന നിങ്ങളുടെ മനോഹരമായ നാടകം, ആ നാടകം ഞാനൊരു 100 സ്ഥലത്തെങ്കിലും ആ നാടകം കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ പ്രസംഗവും ഈ നാടകവും ഇതൊരു കോമ്പിനേഷൻ ആയിരുന്നു. പൊറോട്ടി ഇറച്ചിയും പോലെ പല സ്ഥലത്തും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഈ ഇരുണ്ട മൂലകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരാൻ നിങ്ങളുടെ യൂണിഫോം ഇട്ട പ്രവർത്തനങ്ങൾ മാത്രം പോരാ, യൂണിഫോം ഇടാത്ത നിങ്ങളുടെ മനസ്സ് എക്സ്പ്ലോർ ചെയ്യണം. യൂണിഫോം ഇടാത്ത നിങ്ങളുടെ മനസ്സും ഹൃദയവും എക്സ്പ്ലോർ ചെയ്യണം. നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ നമ്മുടെ യുവാക്കളെ, അവരുടെ ആ എനർജിയെ തടഞ്ഞു നിർത്തുന്നവർക്ക് കനാല് കീറാൻ ഉത്തരവാദിത്വമുണ്ട്. പുഴയെ തടഞ്ഞു നിർത്തുന്ന, അണകെട്ടുന്നവർക്ക് കനാലിലേക്ക് അത് തിരിച്ചുവിടണം. അത് തിരിച്ചുവിടാൻ ഒരു മയക്കുമരുന്നിനെ തടയിടാനുള്ള മാർഗം അവിടെ ഒരു കോൽക്കളി സംഘം ഉണ്ടാക്കലാണ്, ഒരു നാടക സംഘം ഉണ്ടാക്കലാണ്. നാടകത്തിന്റെ ലഹരിയും കോൽക്കളിയുടെ ലഹരിയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് കൃത്രിമ ലഹരിയിലേക്ക് പോകുന്നത്. വിഹിതമായ ലഹരിയുടെ വഴികൾ തുറക്കുക, വിഹിതമായ ലഹരിയുടെ വഴികൾ തുറക്കുക. കവിതയും നാടകവും സാഹിത്യവും പാട്ടും ഒക്കെ വിഹിതമായ ലഹരിയാ. ആ വഴികൾ അടഞ്ഞു പോകുമ്പോഴാണ് അവിഹിതമായ ലഹരിയുടെ വഴികൾ തുറക്കപ്പെടുന്നത്. പുതിയ പല്ല് പുറത്തേക്ക് വരാൻ പഴയ പല്ല് പൊരിച്ച് വഴി കൊടുത്തില്ലെങ്കിൽ ആ പല്ല് കൊന്ത്രം പല്ലാവും എന്ന് പറയുന്ന പോലെ നമ്മുടെ കുട്ടികളുടെ, ചെറുപ്പക്കാർക്ക് എനർജി ഭയങ്കര എനർജിയാണ്. നമ്മളെല്ലാം ബാല്യത്തിൽ വലിയ എനർജി ഒന്നുമില്ല. കാരണം എന്തുകൊണ്ട് എനർജിയാ? ഉച്ചക്കെന്താ കറി? ചക്കക്കുരും വെള്ളരിക്കും പോലെ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു പോലെ. ഇതിനെ കൊണ്ട് എന്ത് എനർജി കിട്ടാനാ? എന്നാൽ ഇന്ന് തേങ്ങയരക്കാത്ത കറിയുണ്ടോ, നല്ല ഇറച്ചിയും മീനും കഴിക്കുന്ന ഈ എനർജിയെല്ലാം വഴി തിരിച്ചു വിടണ്ടേ? ആ വഴി തിരിച്ചു വിടാൻ യുവാക്കളുടെ ഇരുമ്പും ഇരമ്പുന്നൊരൂർജവും, യുവാക്കൾ തൻ ഞരമ്പിലൂടെ പാളും നൂതന ചൈതന്യവും മുന്നോട്ട് പോകാൻ വൈലോപ്പള്ളി യുഗപരിവർത്തനത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ യുവാക്കളെ വിശ്വാസത്തിലെടുക്കാം. അവരെ മുഴുവൻ നിഷേധിക്കല്ല. അവരങ്ങനെ ആയിപ്പോയതിന് അവർ ഉത്തരവാദിയല്ല. അവരെല്ലാം നല്ല കുട്ടികളായിരുന്നു. അവരുടെ മാനസികവും മറ്റൊക്കെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് അവരെ അങ്ങായത്. അവരെ ചേർത്ത് പിടിക്കുക. അവരെ നമുക്ക് പുതിയ തലമുറയെ നമുക്ക് ഒരുമിച്ച് കൈകൾ കോർത്ത് അവരെ മുന്നോട്ട് നയിക്കാൻ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൈകൾ കോർത്ത് മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്